കേരളപ്പിറവി ദിനമായ നവംബർ 1-ന് ഇടതുമുന്നണി സർക്കാർ സംഘടിപ്പിച്ചിട്ടുള്ള അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപന പരിപാടി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും കൂട്ടരുടെയും പതിവ് തന്ത്രങ്ങളിൽ ഒന്ന് മാത്രമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രം പങ്കെടുത്ത് ഇങ്ങനെയൊരു പരിപാടി നടത്തിയാൽ അതിൽ നടത്തുന്ന അവകാശവാദങ്ങളൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് സർക്കാരിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് സിനിമാ താരങ്ങളായ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമൽഹാസനെയും പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ നടന്മാരുടെ താരമൂല്യം ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ തന്ത്രം. പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു വർഷത്തിലേറെയായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആശാ വർക്കർമാർ നടന്മാരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ നടന്മാർ കണക്കിലെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സർക്കാരിൻ്റെ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം വലിയ നുണയാണ് എന്ന് ആശാ വർക്കർമാർ നടന്മാർക്ക് എഴുതിയ കത്തിൽ പറയുന്നുമുണ്ട്. തങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ വേതനം വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് ആശാ വർക്കർമാർ സമരം നടത്തുന്നത്. കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും ആശാ വർക്കർമാരുടെ ആവശ്യം പിണറായി സർക്കാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, മന്ത്രിമാരും CPM നേതാക്കളും അവരെ നിരന്തരം അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ സേവനം ചെയ്യുന്നവരാണ് ആശാ വർക്കർമാർ. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇതെല്ലാവരും കണ്ട കാര്യവുമാണ്. ദിവസത്തിൽ 233 രൂപ മാത്രമാണ് ആശാ വർക്കർമാർക്ക് വേതനമായി ലഭിക്കുന്നത്. ഇത് വർദ്ധിപ്പിച്ച് നൽകണം എന്നുള്ള ന്യായമായ ആവശ്യമാണ് രാഷ്ട്രീയമായ കാരണങ്ങളാൽ പിണറായി സർക്കാർ നിരസിക്കുന്നത്. കടം കയറി മുടിഞ്ഞ് ജീവിതം ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്ന തങ്ങളുടെ ആവശ്യം പരിഗണിക്കാത്ത സർക്കാർ എന്ത് ദാരിദ്ര്യ വിമോചനമാണ് നടത്തുന്നത് എന്നുള്ള ആശാ വർക്കർമാരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ. ആഡംബരവും ധൂർത്തുമാണ് അധികാരത്തിലേറിയ നാൾ മുതൽ പിണറായി സർക്കാരിൻ്റെ മുഖമുദ്ര. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥ പ്രമുഖരും പാർശ്വവർത്തികളും പാർട്ടി നേതാക്കളുമൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിട്ടും ജനവിരുദ്ധ ഭരണശൈലി ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറുമല്ല. 10 ലക്ഷം രൂപയുടെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മോഹൻലാലിന് 3.5 കോടി രൂപ ചെലവഴിച്ച് സ്വീകരണം നൽകിയ നടപടി സർക്കാരിൻ്റെ ജനവിരുദ്ധതയ്ക്ക് ഒന്നാന്തരം തെളിവ് തന്നെയാണ്. ഈ പണത്തിൻ്റെ നല്ലൊരു പങ്കും പാർട്ടിക്കാരായ പാർശ്വവർത്തികൾക്കാണ് പോയത് എന്ന് വേണം മനസ്സിലാക്കേണ്ടതും. പിണറായി സർക്കാരിൻ്റെ ഇത്തരം പല പരിപാടികളുടെയും ഗുണഭോക്താക്കൾ പാർട്ടിക്കാർ മാത്രമാണ്. കേന്ദ്ര പദ്ധതികൾക്ക് നൽകുന്ന ഫണ്ട് പിണറായി സർക്കാർ സ്വന്തം പാർട്ടിക്കാരിലേക്ക് തിരിച്ചുവിടുന്നു എന്നുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ കേരളത്തിൽ വന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നുണപ്രചാരണമാണ് പിണറായി സർക്കാരിൻ്റെ പ്രത്യയശാസ്ത്രം. സർക്കാർ പ്രതിസന്ധിയും വിമർശനവും നേരിടുമ്പോൾ നുണകൾ പ്രചരിപ്പിച്ച് രക്ഷപ്പെടുക എന്നുള്ളതാണ് തന്ത്രം. വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ തന്ത്രം പയറ്റുന്നുമുണ്ട്. സർക്കാരിൻ്റെ അഭിമാന പദ്ധതികളായി അവതരിപ്പിക്കുന്നവയ്ക്ക് യാതൊരു ആത്മാർത്ഥതയുമില്ല. അതിലൊന്നാണ് അതിദാരിദ്ര്യ വിമോചനവും. കേരളത്തിൽ ദരിദ്രരില്ല, വളരെ കുറച്ച് അതിദരിദ്രർ മാത്രമാണ് ഉള്ളത് എന്ന് പറയുന്നത് അസത്യം തന്നെയാണ്. 3 നേരം ആഹാരം കഴിക്കാൻ വകയില്ലാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. ഇവർക്ക് ശരിയായ ഉപജീവന മാർഗവുമില്ല. കൃത്രിമമായ ചില സ്ഥിതിവിവര കണക്കുകൾ അവതരിപ്പിച്ച് ഇതൊക്കെ മറച്ച് ഇടതുപക്ഷ കേരളം സ്വയം പര്യാപ്തമാണ് എന്ന് വരുത്തി തീർക്കുന്ന തന്ത്രമാണ് സർക്കാർ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമാണ് അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനവും. ഇത്തരമൊരു പരിപാടിക്ക് തന്നെ സർക്കാർ കോടികൾ ചെലവഴിക്കുകയും ചെയ്യും. ഇതും ദരിദ്രരോട് ചെയ്യുന്ന വലിയ ദ്രോഹം തന്നെയാണ്. ജനക്ഷേമത്തിൽ താല്പര്യമില്ലാത്ത ഭരണാധികാരികൾ സംഘടിപ്പിക്കുന്ന ഇത്തരം തട്ടിപ്പുകൾക്ക് നിൽക്കേണ്ടതുണ്ടോ എന്ന് മോഹൻലാലും മമ്മൂട്ടിയും പോലുള്ള നടന്മാർ ഉറപ്പായും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്.